ഗൈസ് നമുക്ക് ബില്ലടിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി ഇവിടെ പോകുന്നു. കിട്ടിയാടാ ഗൈസ്, അങ്ങനെ പേട പോവുകയാണ്. പക്ഷെ പേടയെ കൊണ്ട് ആക്കാൻ പോയ വഴിക്ക് പെറ്റിയടിച്ച് ചെറുക്കനെ വള്ളിയാ. പക്ഷെ അവന് ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മൾ അവന്റെ ബർത്ത്ഡേക്ക് വേണ്ടി പ്ലാൻ ഇടുകയാണെന്നും നമ്മൾ ഇന്ന സാധനമൊക്കെ വാങ്ങിച്ചെന്നും ഒന്നും അവന് മനസ്സിലായിട്ടില്ല. ഈ 2 ദിവസം കൊണ്ട് നമുക്ക് എന്താവുമെന്ന് കാണാം. അപ്പോൾ ഗൈസ്, ഇന്നാണ് നവംബർ 1, 28-ാം തീയതി മുങ്ങിയാൽ നവംബർ 1-ാം തീയതി പൊങ്ങിയിരിക്കുകയാണ്. ഇന്നാണ് സത്യന്റെ ബർത്ത്ഡേ. അപ്പം അവന് ഏകദേശം ക്ലൂ ഇല്ല, പക്ഷെ കേക്ക് കട്ട് ചെയ്യുമെന്ന് അവനറിയാം. അതെന്തായാലും അവനറിയായിരിക്കും, അതൊന്നും പറയണില്ല. ബട്ട് നൈറ്റ് ഒരു സാധനം പണ്ണാന്ന് വിചാരിക്കുന്നുണ്ട്. അതെത്ര നടക്കുമെന്ന് പറഞ്ഞുകൂടാ, നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഇവിടെ വെള്ളയമ്പലത്തിൽ പോയി കേക്ക് വാങ്ങണം. കേക്ക് വാങ്ങിച്ചുകൊണ്ട് ദേവുവിൻ്റെ കൊടുക്കണം. ദേവും ഗായവും കൊണ്ട് കേക്ക് കൊണ്ടുവരും. ഞാൻ ചോദിച്ചു എന്നത്തെ പോലെ ഷോർട്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പോവും. നമുക്ക് അവിടെ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും വരും, ദേവും ഗായും വരും. അവിടെ ചുമ്മാ കേക്ക് മുറുക്കും. ഇതൊക്കെയാണ് പ്ലാൻ. എത്രത്തോളം നടക്കും നമുക്ക് നോക്കാം. ഇനി വെള്ളയമ്പലം എത്തിക്കണം. റോഡ് മൊത്തം ബ്ലോക്ക്. അവിടെ മൊത്തം മെയിൻ റോഡ് മൊത്തം ബ്ലോക്കാണ്. ഇടവഴി കയറപ്പോ ഇവിടെയും ബ്ലോക്ക്. എന്ത് കേക്ക് വാങ്ങിട്ട് എന്ത് മുറിക്കാനാണ്. ബേക്കറിൽ വന്നിരിക്കുകയാണ്. പക്ഷെ ഇത് വെളുക്കും, ഇത് നേരെ വെളുക്കും, ഇന്ന് രാത്രിയാവും. നിങ്ങളത് കണ്ടോ? ആര് വരുന്നതെന്ന് പാല്. നിങ്ങൾ 10 രൂപ വെയിറ്റ് ചെയ്യും. ഞാൻ പോയി സത്യം വിളിച്ചോണ്ട് അങ്ങ് വരാം. അപ്പം സമയം ടാലി ആവും. ഓക്കെ, സെറ്റ്. അവിടെ അതിനെന്ത്? നീ മുറുക്കി, നീ വെക്കി കേക്ക്. മാമിയെ വാങ്ങിച്ചു കൊടുക്കാം. വെട്ടറാ, സ്വന്തം ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ചാ നമുക്കൊന്നും അറിഞ്ഞൂടാ സാറേ. സാറേ നമുക്കൊന്നും അറിഞ്ഞു, നമ്മളിപ്പോ വന്നതാണ്. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാ ചേച്ചി പറഞ്ഞത് ഇപ്പൊ കേറി വന്നിരുന്നതാണ്. സ്വന്തം ബർത്ത്ഡേ കേക്ക് സ്വന്തമായി ഞാൻ പൊളിച്ചെടുക്കുന്നു. ഇതിലും വലിയ ഭാഗ്യവാൻ വേറെ എവിടെ കിട്ടും? വെട്ടം സീറ്റ്. എടാ വെട്ടറാ, നീ എന്ത് നീ പ്രതീക്ഷിച്ച അവരോന്ന് ഇവര് കേക്ക് കട്ടി ഞാൻ പ്രതീക്ഷിച്ച? അതറിയായിരുന്നല്ലയോ? ഹാപ്പി ബർത്ത്ഡേ. എന്താ എല്ലാം സൈലന്റ് ആയിട്ടെന്ന് പറയണു. ഓ, ഇതേ ഇൻട്രോവേർട്സിന്റെ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെയാണെന്ന് എന്താ നിന്റെ അടുത്ത് അവള് ഇരിക്കാൻ ബാ. അങ്കിളിന്റെ ബർത്ത്ഡേ കേക്ക് തരാം. അങ്കിളിന്റെ 30ാമത്തെ ബർത്ത്ഡേ. ചെറുതായിട്ടൊന്ന് എന്റെ സ്കില്ല് ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് ഓണാക്കാൻ മറന്നുപോയി. ചത്ത അതൊരു കണ്ടന്റ് ആണ്, മനസ്സിലായ? സ്ലോ മോഷനിലൊക്കെ എടുക്കണേ. ഈ സാധനം പിടിച്ചിരിക്കുന്ന ഒരു പോസ്, ഒരു ഫോട്ടോ അത് ആ ഷർട്ട് ഇട്ട ഞാൻ ഒരു 4 വർഷം ഉപയോഗിച്ചു. പിന്നെ അത് സൈസ് ഔട്ടായി. ഇത് ആര് സെലക്ട് ചെയ്തത് ഷർട്ട്? എനിക്കും പങ്കുണ്ട് ഇതിനകത്ത്. ആദർശക്കെല്ലാം ചെറിയ പീസേ കഴിക്കാറുള്ളൂ. സ്വന്തം ഗിഫ്റ്റ്.
സ്വന്തം ഗിഫ്റ്റ് പൊതിഞ്ഞ് വെക്കണ്. வீசிப்போன புயலில் என் வேர்கள் சாயவில்லை ஒரு பட்டாம்பூச்சி மோத அது பட்டென்று சாய்ந்ததடி எந்தன் காதல் சொல்ல என் இதயம் கையில் வைத்தேன் நீ தாண்டி போன போது அது தரையில் விழுந்ததடி மண்ணிலே செம்மண்ணிலே என் இதயம் துள்ளுதடி ஒவ்வொரு துடிப்பிலும் உன் பேர் சொல்லுதடி கனவு பூவே வருக உன் கையால் இதயம் தொடுக எந்த இதயம் கொண்டு நீ உந்தன் இதயம் தருக അപ്പോൾ ഗൈസ് ഇപ്പം മണി 10:53. ഇപ്പം നമ്മൾ സത്യൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കേക്കും കൂടി കട്ട് ചെയ്യാറുണ്ട്. നമ്മൾ 2 കേക്ക് വാങ്ങിച്ചപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്ത് ഒരു കേക്ക് കൂടി കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സത്യൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അവിടെ പോയിട്ട് മേ ബി ശംഖുമുഖത്തെല്ലാം പോകും, ഇല്ലെങ്കിൽ അവൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ മുറുക്കിയായിരിക്കും. ആസ് പെർ ദി ടൈം എല്ലാവർക്കും പറ്റുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ സൂര്യൻ്റെ വീട്ടിൽ നിന്ന് കേക്ക് എടുത്തുകൊണ്ട് സത്യൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കേ, കഷ്ടപ്പാട് കണ്ട ഉന്തി കൊണ്ട് വെച്ചതാ ഇപ്പം അറിയാതിരിക്കാൻ വേണ്ടി. ഈ കാര്യത്തിൽ പൊളിച്ചതാ, ഇപ്പൊ തിരിച്ചടക്കണ്. അവത് നിയമം ടർഫിൽ പോയി കിടക്കണമെന്ന്. ഇനി ഇപ്പം അങ്ങോട്ട് പോണം. വല്ലാത്ത ചതീത് ഓർക്കപ്പുറത്തെന്റെ പിന്നീന്ന് സത്യം അപ്പൊ പാപ്പനോട് എത്താറ് നമ്മളിവിടെ ഒളിച്ചിരിക്കണം. സത്യം ഇപ്പൊ അങ്ങോട്ട് പോയി നമുക്ക് അങ്ങോട്ട് പോയി കാണാമേ. രാത്രി 12 മണികളാവും. എവിടെ പോണേ? ഞാൻ ചാലേ പോയിരുന്നടാ. അവിടെ നീ ഇവിടെ ഇങ്ങോട്ട് വന്നത്? ഞാൻ നേമത്തിൽ നോക്കണോ? എനിക്കറിയാം, ഞാനിവിടെ വന്നത്. എന്നതാ പരിപാടി? എടുക്ക്, ഇത് മുറിക്ക്. മുറിക്കണമെന്നായല്ല, ശംഖുത്ത് പോയി മുറിക്കാം. അവന് സമയമില്ല. എന്തായാലും ബർത്ത്ഡേ പോയ ആഗ്രഹം ശംഖുത്ത് പോയി. സന്തോഷം. നേരത്തെ കേക്കിൽ ആ 2-3 ചെറിയ അവള് കൊണ്ടുപോയി. സത്യന്റെ 2ാമത്തെ കേക്ക് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യും. നമ്മളിപ്പം കേക്ക് പാക്ക് ചെയ്ത് വഴിയിൽ നിന്ന് ആരെങ്കിലും കണ്ടാൽ അവർക്ക് കൊടുക്കാം. ചിലപ്പം ഇനി ബാക്കി കൂടി വരും, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് തീരും. അതാണ് അത്രേ ഉള്ളൂ. ഓക്കെ, കുറെ ഫസ്റ്റ് ടൈം കാര്യങ്ങൾ ആദ്യമായിട്ട് നടന്നത് ഇവിടെയാണ് ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബീച്ച് സൈഡ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഒരു സെക്കൻഡ് കേക്ക് കട്ട് ചെയ്യുന്നത്. 2 അച്ഛന്മാര് പങ്കെടുക്കുന്നു. ഓൾ ഹെയിൽ സൂരജ് ആൻഡ് ആദർശ്. ഓക്കെ. അപ്പൊ ഇതും പറഞ്ഞുകൊണ്ട് നമുക്ക് ആദർശ് വ്ലോഗ് എൻഡ് ചെയ്യാം. ഓക്കെ, ബൈ. വ്ലോഗ് ഈ ഇടയ്ക്ക് വന്നതുപോലെ തന്നെ ഇതുവരെ ഇടാനുള്ള വ്ലോഗ് തന്നെ ഒരു 10-15 ഉണ്ട്. അതൊക്കെ ഇട്ടൊരു അടുത്ത വർഷം. ഈ വ്ലോഗ് അടുത്ത വർഷം ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും.